15th വരെ ചെയ്തു. 16th നോക്കിക്കോളൂ. ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. ചുറ്റളവ് 26 സെന്റിമീറ്റർ ആയാൽ നീളം എത്ര? ഇതൊരു മെൻസുറേഷൻ ഏരിയ വോളിയം എന്നുള്ള പോർഷൻ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ചെറുത് സ്ക്വയറിന്റെ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിന്റെ എത്രയാണ് വരുന്നത്? ഒരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബൗണ്ടറിയാണ്. ബൗണ്ടറി ലെങ്ത് എന്ന് പറഞ്ഞാലാണ് ചുറ്റളവ്. ലെങ്ത് ബ്രെഡ്ത്തിനേലും ഇതിന്റെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത് ബ്രെഡ്ത്തിനേലും 3 സെന്റിമീറ്റർ കൂടുതലാണ്. പിന്നെ എങ്ങനെ എഴുതാൻ നമുക്ക് ഇതിനെ? 2 into L plus B. അതായത് 2 ലെങ്ത്, ഇതും ലെങ്താ ഇതും ബ്രെഡ്. ഈ ഫുൾ ചുറ്റളവിനെയാണ് ഈ ബൗണ്ടറി ലെങ്ത്. ഈ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂടി ചേർന്നതാണ് 26. അപ്പൊ ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂടി ചേർന്നാൽ 26/2 13. L plus B 30. അതിൽ നമുക്ക് എല്ലിന്റെ പറഞ്ഞിട്ടുണ്ട്. L is 3 more than breadth. So B plus 3 plus B is 13. 2B is 13 minus 3 10. Or B is equal to 5. L B ന്റെ plus 3 ആണ്. B 5 കിട്ടിക്കഴിഞ്ഞാൽ L 8. ചെയ്തു ആ ക്വസ്റ്റ്യൻ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മാം. അടുത്തത് നിങ്ങൾ നോക്കി വെച്ചിരുന്നോ? ക്വസ്റ്റ്യൻ ഇത്തവണ നിങ്ങൾ ആദ്യത്തെ പേജ് കണ്ടിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഈ പേജ് നിങ്ങൾ കണ്ടതല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്ത ആൾക്കാര്? റേഷ്യോ ഉണ്ട്, അതുപോലെ ഒരു ത്രികോണത്തിന്റെ കോണുകൾ. അവിടെ 2 കാര്യങ്ങൾ അറിയണം. എങ്ങനെയാണ് ആ റേഷ്യോനെ ഓപ്പൺ ചെയ്യുക. അടുത്തത് ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദ ആംഗിൾസ്. ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. 20 ഡിഗ്രി 20 ഡിഗ്രി. എന്തോ പറഞ്ഞത്? ആൻസർ തന്നെയല്ലേ പറഞ്ഞ? നോട്ട് ഓഡിബിൾ പ്രോപ്പർലി. ട്രയാങ്കിളിന്റെ ആംഗിള് 1:3:5 റേഷ്യോ ആയതുകൊണ്ട് അതിലെ കോമൺ പാർട്ട് ക്യാൻസൽ ആയി പോയിട്ടാണ് നിൽക്കുന്നത്. സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് 1x 3x 1:3:5. ഓപ്പൺ ചെയ്യുമ്പോൾ x 3x 5x. 1x 1 എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ x എഴുതി കൊടുത്താൽ മതി. കോഎഫിഷ്യന്റ് 1 ആവും. ഇനി അതിൽ കണക്ട് ചെയ്യാനുള്ള കാര്യം, ഇതെല്ലാം തന്നെ ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദ ആംഗിൾസ് ആണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. 5x 9x is 180, x is 20. നമ്മളോട് ചെയ്യാനതല്ലേ പറഞ്ഞിട്ടുള്ളൂ? ചെറിയ കോണല്ലേ? ചെറിയ കോൺ 20. ഇത് 60 100. കാണാൻ പറഞ്ഞത് മാത്രം കണ്ടാൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. നെക്സ്റ്റ് നോക്കൂ, ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷനോ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി അതൊന്നുമില്ല. നമുക്ക് ആകെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം, ഓർ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അപ്പോൺ ടൈം, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അപ്പോൺ സ്പീഡ്. അവിടെ 2 കാര്യങ്ങൾ നോക്കുകയാണത്. ഒന്ന് സ്പീഡിന്റെ യൂണിറ്റ് വരും, കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുള്ളൂ. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര നമുക്ക് വരിക? 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. x ഇൻറ്റു മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 5/18. കിലോമീറ്റർ 1000ഉം അവർ സെക്കൻഡിലേക്ക് വരുമ്പോൾ 3600 ആവുന്നുണ്ട്. ഇവിടെ ഒരു കൺവേർഷൻ നമുക്ക് പഠിക്കണം. കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക, മീറ്റർ പെർ സെക്കൻഡിൽ എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുക. ഇനി തിരിച്ച് x മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ y എഴുതാം, കൺഫ്യൂഷൻ വരില്ല. ഇസ് ഈക്വൽ ടു y ഇൻറ്റു 18/5
കിലോമീറ്റർ പെർ എന്താണ് ഈ 518 വന്നേ ചോദിച്ചാൽ എക്സ് കിലോമീറ്റർ പെർ അവറിൽ മീറ്റർ ആക്കണി എക്സ് ഇൻറ്റു 1000 മീറ്റർ ബൈ 1 അവർ പറഞ്ഞ 60 × 60 സെക്കൻഡ്സ്. അതാണ് കൺവേർട്ട് ആയിട്ട് പോയിട്ട് ഈ 2 0 ആദ്യം പോവും. 1036 5/18 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ തിരിച്ച് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട്. ടൈം ഡിസ്റ്റൻസിൽ പഠിക്കാനുള്ള ഒരു ഓർമ്മിച്ച് വയ്ക്കാനുള്ള ഒരു ഫോർമുല ഇത്. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം തന്നെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം അവറിലും ആണെങ്കിൽ സ്പീഡിന്റെ അത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റൻ എങ്ങനെയാ ചെയ്യുക? 18th one. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് തന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് 2 കേസിലുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ? അതേ ഡിസ്റ്റൻസ് ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ് അവർ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റ് വൺ ഈസ് സ്പീഡ് ഇൻറ്റു ടൈം S1 T1 ഈക്വൽ ടു S2 T2. ശരിയല്ലേ? ഡിസ്റ്റൻസ് സെയിം ആവണുണ്ട്. 56 × 5 ഈക്വൽ ടു 4 × റിക്വയർഡ് സ്പീഡ്. വരാ 14 കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റേഴ്സ് പെർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ചെയ്യാണ്. ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും 56 × 5. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് ചെയ്യാൻ പഠിക്കണം. ഈ കണ്ടു കഴിഞ്ഞാൽ 56 × 5 ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് കേസിലെ സ്പീഡ് വിൽ ബി ഇൻക്രീസ്ഡ് സ്പീഡ് ന്യൂ സ്പീഡ് അല്ലെങ്കിൽ ന്യൂ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് യൂസ് ചെയ്ത് കൺഫ്യൂഷൻ. ന്യൂ സ്പീഡ് വിൽ ബി 56 × 5. ഇതേ ഡിസ്റ്റൻസ് നമുക്ക് 4 മണിക്കൂറിൽ ചെയ്യണം. അപ്പൊ എന്തായാലും സ്പീഡ് കൂട്ടണം. This will be 14. 70 കിട്ടും. പക്ഷെ നമ്മളിവിടെ 70 അല്ല ചോദിച്ചിരിക്കണേ. നമ്മളോട് ചോദിച്ചിരിക്കണേ എത്ര കിലോമീറ്റർ ആണ് കൂട്ടേണ്ടത്. 56 ന്ന് 70 ആക്കണമെങ്കിൽ എത്ര ഇൻക്രീസ് വരുത്തണം? ഇൻക്രീസ് ഇൻ സ്പീഡ് will be 70 - 56, 14 kilometers per hour. കിലോമീറ്റർ ആണ് അവർ തന്നിരിക്കണ യൂണിറ്റ്, അത് തന്നെ യൂസ് ചെയ്യും. കിലോമീറ്റർ പെർ അവറിന്റെ അർത്ഥം അതാണ്. 1 മണിക്കൂറിൽ 56 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. 2 മണിക്കൂറിൽ 112 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. നിങ്ങൾ ചിലപ്പോൾ ഇടയിലൊക്കെ നിർത്തുണ്ടാവും ഇതാവും, പക്ഷെ അതൊരു യൂണിഫോം സ്പീഡ് പോലെയാണ് നമ്മളോട് പറയാ. ഒരു കാറിന്റെ സ്പീഡ് യൂണിഫോം സ്പീഡ് 60 കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ അത് 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. 2 മണിക്കൂറിൽ 120 ആവും. യൂണിഫോംലി ആണ് പറയുന്നത്. അവിടെ അല്ലാതെ സ്പീഡ് കുറച്ചിട്ടുണ്ടോ നിർത്തിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. They say if it is 60 kilometers per hour, ഓരോ മണിക്കൂറിലും അത്രയാണ് കവർ ചെയ്ത് പോണത്. ക്ലിയർ ആയോ ചോദ്യം? ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യനിലേക്ക് പോകും. ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? ഇതൊക്കെ ഭയങ്കര വേഗം ചെയ്ത് തീർക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? നോർമലി സംഖ്യ എക്സ് ആണെങ്കിൽ x × 15/100 = 9. ഒറ്റ കാൽക്കുലേഷൻ അല്ലേ ഉള്ളൂ അതില്. 60 × 100/15. 3 60 5 will go 20, that is 60. അടുത്ത ചോദ്യം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും again explain ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. If it is clear, we will go further.
Is this okay? Yes, ma'am. Next question, average ന്റെ ഒരു question ആണ്. രാഹുലിന് തുടർച്ചയായി 5 കണക്ക് പരീക്ഷയിൽ ശരാശരി കിട്ടിയ മാർക്ക് 45 ആണ്. 6ാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചത്? രാഹുലിന്റെ ശരാശരി ആവറേജ് കൂട്ടണം. രാഹുലിന് 50 ആക്കണം. അല്ല മാം, അതിന്റെ മുകളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ്. ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ് ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പണി എന്താ വെച്ചാൽ ഈ പറഞ്ഞ കാര്യത്തിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിൽ ആക്കാൻ നോക്കുക. എങ്ങനെയാണ് ഇത് പറഞ്ഞതിനെ നമുക്ക് സൈൻ ഇട്ട് എഴുതുക. ഒരു സംഖ്യ നമ്മൾ നോർമലി എക്സ് എന്നൊക്കെ വിചാരിക്കും. അതാണ് കുറച്ചും കൂടെ എളുപ്പം. നമുക്ക് ശീലമായി പോയി അത് എക്സ് എടുക്കല്. ഒരു സംഖ്യയുടെ 4 മടങ്ങ് 4x, അതിനേക്കാൾ 5 കുറവ്. 5 കുറവ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? മാത്തമാറ്റിക്കൽ സൈൻ -5. ഈ കുറവ് ഇങ്ങനെയല്ല നമ്മൾ കാണുക, -5. ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അത് ഈക്വൽ ടു പറയാ. ഈ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. ലീനിയർ ഇക്വേഷൻ എഴുതി കൊടുക്കുക. പറഞ്ഞ കാര്യത്തിനെ അതേപോലെ മാത്തമാറ്റിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക. ഒരു സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യ എക്സ് ആണെങ്കിൽ 4x. എക്സോ വൈയോ എയോ ബിയോ എന്നോ എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. പക്ഷെ നമ്മളത് അസ്യൂം ചെയ്യേണ്ടി വരും. 4x 5 കുറവ് എന്ന് പറഞ്ഞപ്പോ -5 ഇട്ട് കൊടുത്തു. ആ സംഖ്യയുടെ 3 മടങ്ങ് 3x, 3 കൂടുതലാണ്. എന്താ ചെയ്യാ? എക്സിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. 4x - 3x is equal to -5 അപ്പുറത്ത് പോകുമ്പോ 5 + 3. x is equal to 8. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. അടുത്തത് ഇതൊന്ന് നിങ്ങളൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് ചെയ്യണം കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് വേഗം ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോ ആ ബസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 56 × 5/4. ആ ഒരൊറ്റ കാൽക്കുലേഷനേ ഉള്ളൂ. ആ മൈൻഡിൽ ഇട്ടിട്ട് തന്നെ ചെയ്ത 14 4s are 56 ആണ്. 14 5 70. ഒരു മെന്റൽ അരിത്മെറ്റിക് ആക്കി മാറ്റാൻ പറ്റണം. അത് നമ്മൾ ചെയ്തന്നെ ശീലമായാലേ കിട്ടുള്ളൂ. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 5 പരീക്ഷയ്ക്ക് 45 ആവറേജ് കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ പരീക്ഷയിൽ 50 കിട്ടാനായിട്ട് 50 ആവണം ടോട്ടൽ ആവറേജ്. 6 പരീക്ഷയ്ക്കും കൂടി ആവറേജ് 50 ആക്കാൻ എത്ര മാർക്ക് അയാൾക്ക് കിട്ടണം? രണ്ട് രീതിയിൽ ചെയ്യാം. 6 പരീക്ഷയ്ക്കും കൂടി ആവറേജ് 50 വരണമെങ്കിൽ 6 എക്സാമിനും കൂടി ടോട്ടൽ എത്ര വേണം? 50 ആണ് ആവറേജ്. 50 × 6 300 വേണം. ഇനി 5 എക്സാമിനും കൂടി അയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 45 ഇതേ കിട്ടിയിട്ടുള്ളൂ. 45 × 1 225. അപ്പൊ 6th എക്സാമിന് കിട്ടേണ്ട മാർക്ക് 300 - 225. ഇത് നമുക്ക് അറിയണം. കാരണം എന്താ വെച്ചാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇവിടെ ടോട്ടൽ മാർക്കിന്റെ ടോട്ടലാണ്. ആവറേജും നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്. 45 × 5 കിട്ടിയത് 5 പരീക്ഷയുടെ മാർക്കാണ്. ഇനി 50 ആണെങ്കിൽ 6 പരീക്ഷയ്ക്കും കൂടി 50 ആവറേജ് കിട്ടണമെങ്കിൽ ടോട്ടൽ അയാൾക്ക് 300 മാർക്ക് കിട്ടണം. പാസ് ഓഫ് നോ അയാൾക്ക് 225 കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ചെയ്യാം. 50 ആണ് അയാൾക്ക് ആവശ്യമുള്ള ആവറേജ്. 6ാമത്തെ എക്സാമിന് 50 അയാൾക്ക് എന്തായാലും വേണം. ആവറേജ് 50 കീപ്പ് ചെയ്യാൻ. പ്ലസ് ബാക്കി 5 പരീക്ഷയ്ക്കും 5 മാർക്ക് വീതം കുറവല്ലേ? 45 അല്ലേ കിട്ടിയുള്ളൂ. 45നെ 50 ആക്കാൻ എത്ര മാർക്ക് വേണം? 45ന് 50ലേക്ക് എത്ര മാർക്കിന്റെ വ്യത്യാസം വേണം? ഓരോ പരീക്ഷയിലും 5 മാർക്ക് വീതം കൂടുതൽ ഇട്ടുണ്ട്. ഓരോ പരീക്ഷയിലായിരിക്കില്ല ഇത് ആവറേജ് പറഞ്ഞുകൊണ്ട് എല്ലാ പരീക്ഷയിലും 45 ആയിരിക്കില്ല.
ഓവറോൾ നമ്മൾ പറയാന്ന് വെച്ചാൽ 5 എക്സാമിനും 5 വീതം കൂട്ടണം. സോ 50 + 25 75. വെറുതെ റീഡ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് അസ്യൂം ചെയ്യാനോ ഒന്നുമില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കൺസെപ്റ്റ് അതാണ്. അങ്ങനെ ചെയ്യാൻ കിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. 45 ആവറേജ് ഉള്ള 5 പരീക്ഷയുടെ 5 ഒബ്സർവേഷനിൽ അല്ലെങ്കിൽ 5 വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൽ നിന്ന് 50 ആക്കി കൂട്ടണമെങ്കിൽ 6th എക്സാമിൽ നിന്നാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ആ 50 6ാമത്തെ എക്സാമിന് 50 മാർക്ക് എന്തായാലും വേണം അവിടെ. പ്ലസ് ഓരോ കഴിഞ്ഞ പരീക്ഷകളിൽ 5 പരീക്ഷയിലും 5 വീതം കൂട്ടിയാലേ 25 മാർക്ക് അവിടെ കൂട്ടിയാലേ അത് 50ലേക്ക് എത്തുള്ളൂ. ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ ലാസ്റ്റ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓ പറയാലോ. ന്യൂ ആവറേജ് 50 മാർക്കാണ് അയാൾക്ക് വേണ്ടത്. 50 മാർക്സ് ഇവർക്ക് വേണം. 50 മാർക്സ് ആവണമെങ്കിൽ ആവറേജ് 50 ആക്കണമെങ്കിൽ 6ാമത്തെ പരീക്ഷയിൽ നിന്നാണ് ഇത് കൂട്ടാൻ പോകണം. നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ആവറേജ് ഇപ്പൊ മാർക്കും ഇതൊന്നും ആവണമെന്നില്ല. അവസാനത്തെ എക്സാമില് കൂടുതൽ മാർക്ക് കിട്ടിയാലല്ലേ ആവറേജ് 50 ആവുള്ളൂ. 45 50 എത്തിക്കണമെങ്കിൽ 45 ഓരോ 45 5 കുറവുണ്ട് 50ലേക്ക് എത്താൻ. ഓരോ പരീക്ഷയ്ക്ക് 5 മാർക്ക് വീതം കൂടുതൽ കിട്ടണം. അപ്പോഴാണ് അത് 50 ആവുള്ളൂ. അപ്പൊ അവസാനത്തെ പരീക്ഷയില് ആവശ്യമില്ല റിക്വയർഡ് ആവറേജ് പ്ലസ് ഏർലിയർ ഉള്ളതിലേക്ക് എത്ര വീതം ഇൻക്രീസ് ചെയ്യണം. 5 എക്സാമിനും കൂടി 25 കൂടിയാലേ അത് 50ലേക്ക് എത്തുള്ളൂ. 45 ഇതിപ്പോ 43 ആണെങ്കിലോ അപ്പൊ 7 കൂടണം. 42 ആണെങ്കിൽ 8 വീതം കൂടണം. ഈ 45 പകരം 45 എത്രയാണോ 50ലേക്ക് എത്താനുള്ള വ്യത്യാസം അത് ഓരോ പരീക്ഷയ്ക്കും ആഡ് ചെയ്ത്. ഇനിയിപ്പോ ഇതിനെ ഫോർമുലേറ്റ് ചെയ്താറുണ്ട്. ന്യൂ ആവറേജ് പ്ലസ് നമ്പർ ഓഫ് ഏർലിയർ ഒബ്സർവേഷൻ ഏർലിയർ എന്ന് വെച്ചാൽ അവസാനത്തെ വേണ്ട 5 എണ്ണത്തിൽ വേണ്ടു ഇൻറ്റു ഇൻക്രീസ് ഇൻ ആവറേജ്. ഡിക്രീസ് വെച്ചാൽ മൈനസ്, പ്ലസ് ഓർ മൈനസ് ഇൻക്രീസ് ഇട്ട് കൊടുത്താൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് വരും. മനസ്സിലായോ? ഞാനൊരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരാം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആവറേജിന്റെ. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ ഈ സിമിലർ കോൺസെപ്റ്റ് വെച്ചിട്ട്. എന്താ വെച്ചാല് ചിലപ്പോ ഒരു കുട്ടികളുടെ ഇപ്പോ 30 കുട്ടികളുടെ ആവറേജ് 14 ആയിരുന്നു ടോട്ടൽ കുട്ടികളുടെ വയസ്സിന്റെ ആവറേജ്. ആ ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വരികയാണ് ചെയ്യണത്. ആ ടീച്ചർ വരുമ്പോ ആവറേജ് 1 കൂടി എന്ന് പറയും. ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനാ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മയെന്ന് പറഞ്ഞതാണ്. 30 കുട്ടികളുടെ ആവറേജ് 14. ഒരു ടീച്ചർ വന്നപ്പോ അവിടുത്തെ ആവറേജ് 15 30 സ്റ്റുഡൻസ്. 30 സ്റ്റുഡൻസ് ആവറേജ് ഏജ് ഈസ് 40. ഒരു ടീച്ചറും കൂടി വന്നപ്പോ 30 സ്റ്റുഡൻസും ടീച്ചറും കൂടി ആയിപ്പോ ആവറേജ് 15 1 വീതം കൂടി എല്ലാവർക്കും. അപ്പൊ ടീച്ചറിന്റെ ഏജ് എന്താന്ന് ചോദിക്കാറുണ്ട്. ടീച്ചറിന്റെ ഏജിൽ നിന്നാണ് ആ 30 കുട്ടികൾക്ക് 1 വീതം കൂടിക്കണേ. ശരിയല്ലേ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് ഇതുപോലെ ചെയ്യണേന്ന് വെച്ചാ 30 സ്റ്റുഡൻസ് ഒരു ടീച്ചറും കൂടി ഇൻറ്റു 15 മൈനസ് 30 ഇൻറ്റു 14 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാം. 31 പേർക്ക് 15ന്റെ ടോട്ടൽ മൈനസ് 30 പേരുടെ ടോട്ടൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ടീച്ചറുടെ ഏജ് ആയി. അല്ലച്ച നമുക്ക് ഇത് വേഗം എഴുതാം. ടീച്ചർ ഈ പുതിയ ആവറേജ് നിർത്തും. ബാക്കി 30 കുട്ടികൾക്കും ഓരോന്ന് വീതം കൂട്ടാനായിട്ട് ടീച്ചറുടെ ഏജിൽ നിന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയോ? 15 + 30 × 1.
ഒരു 4-5 ക്വസ്റ്റ്യൻ ഇടാം. അത് ചെയ്യാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കിട്ടിയാൽ നമുക്ക് കുറച്ച് 1-2 സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇങ്ങനത്തെയൊക്കെ ഈ ടൈപ്പൊക്കെ എപ്പോഴും വരുന്നതാ. ഒരു ശരാശരിനെ കൂട്ടാൻ വേണ്ടി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇത്ര ഇന്നിങ്സ് വരെ ഇത്രയായിരുന്നു അയാളുടെ ആവറേജ്, അതിന് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത് മനസ്സിലായോ? 15 ന്യൂ ആവറേജ് പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ഏർലിയർ നമ്പർ എടുക്കാൻ പറയണേ. ഇപ്പൊ തന്നെ നമ്മൾ മാറ്റി നിർത്തുക. ഏർലിയർ ഉണ്ടായിരുന്ന 30 കുട്ടികൾക്കും 14 15 വരണമെങ്കിൽ ടോട്ടലില് ഒരു വ്യത്യാസം വരണം. 1 ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യം. അത് മുപ്പത് പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 40 പേര് ചെയ്താൽ, ആളുകൾ കൂടിയാൽ ദിവസം മതി. അവിടെ നമ്മളൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പഠിച്ചോ. M1D1 = M2D2. M1 group of persons working for D1 days, finishing a work. അത് തന്നെ സെയിം വർക്ക് തന്നെ M2 group of people is doing for D2 days. M1D1 = M2D2. Man days are equal എന്ന് പറയും. $30 × 8/40 ആണ് ആൻസർ. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കിട്ടിയ ആർക്കെങ്കിലും? കഴിഞ്ഞ ദിവസം നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. 2 പേര് ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താവും? ഇത് ഇതിന്റെ ആദ്യത്തെ പാർട്ടാണ്. M1 group of persons working for D1 days and M2 group of persons working for D2 days. If both are doing the same work, M1D1 = M2. ഇങ്ങനെ വരാൻ കാരണം ആളുകൾ കൂടിയാൽ ദിവസം കുറവ് മതി. ഇനിയിപ്പോ ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ T1 ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാം. M1D1 T1. ഒരു ദിവസം T1 hours. ഇവിടെ M2D2 T2 when they are doing the same work. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? റൈറ്റ്. ഞാൻ ഈ ഫോർമുല പറയായിരുന്നു. ഇതിനെ ഒന്നും കൂടി വലുതാക്കാണ്ട്, അതുകൊണ്ടാണ് ഇടയിൽ ചോദിച്ചത്. ഇനി വർക്ക് വ്യത്യാസം വരാം. ഇപ്പൊ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്യണ മരം മുറിക്കണ മരത്തിന്റെ എണ്ണം, ടോയ്സ് ഉണ്ടാക്കുക വെച്ചാൽ ടോയ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ വർക്കിന്റെ അളവ് പറയാം. അങ്ങനെ വരുമ്പോ ഈ ഫോർമുലേനെ ഒന്നുകൂടി നമ്മൾ ഇംപ്രവൈസ് ചെയ്യും. M1D1 T1 /W1. ഇവിടെ വരെ വർക്ക് സെയിം ആയിരുന്നു. = M2D2 T2 /W2. W2 താഴെ വരുന്നത് വർക്കും ഇതൊക്കെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ആൾക്കാർ കൂടിയാൽ വർക്ക് കൂടും, ദിവസം കൂടിയാൽ വർക്ക് കൂടും, മണിക്കൂർ കൂടുതൽ ചെയ്താൽ വർക്ക് കൂടും. ഇതെല്ലാം തന്നെ ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഓരോ പോയിന്റും ഇതിലേക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. രണ്ടും ഒരേപോലെ കൂടും. ആളുകൾ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന വർക്കിന്റെ എമൗണ്ട് കൂടും. ദിവസം കൂടുതൽ ചെയ്താലും വർക്കിന്റെ അളവ് കൂടും. കൂടുതൽ മണിക്കൂർ ചെയ്താലും വർക്കിന്റെ അളവ് കൂടും. പക്ഷെ വിതിൻ ദംസെൽസ് ആളുകൾ കൂടുകയാണെങ്കിൽ ദിവസം കുറവ് മതി, പ്രൊവൈഡഡ് ദേ ആർ ഡൂയിങ് ദ സെയിം ഫിക്സ്ഡ് വർക്ക്. ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ഈ ഫോർമുലേനെ ഇതിലേക്ക് എത്തിക്കാം നമുക്ക്. M1D1 T1 /W1 = M2D2 T2 /W2, where W1 and W2 are 2 different works. അത് വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ അത്രയൊന്നുമില്ല. 30 persons doing work for 80 days will be equal to 40 persons doing for how many days? D is equal to 30 × 8/40. That is 6 days. ഈ ക്വസ്റ്റ്യനിലേക്ക് ഇത്രേ ആവശ്യമുള്ളൂ. പക്ഷെ വേറെ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കിത് ചെയ്യാം. ആ സെറ്റ് കഴിഞ്ഞു. അടുത്ത ഇതിലേക്ക് ഒരു റീസണിങ്ങിന്റെ ചോദ്യം. അത് ഒന്ന് നോക്കി നോക്കൂ. ഇത് മനസ്സിലായോ? 22. നമുക്ക് 23ലേക്ക് പോവാം. അത് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മറ്റേ വി ആർ ഹാവിംഗ് ഫോർ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ, ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. 23, 24, 25, 26, 27 അതൊക്കെ അതിന്റെയാണ്. ചെയ്യാം നമുക്ക് 1 by 1 ആയിട്ട്.
അവിടെ ഒരു they have written ഒരു കോഡിംഗ് പോലെയാണ് എഴുതിക്കുന്നത് EGIK എന്നത് WUSQ ആണെങ്കിൽ IK is written as WUS ആണെങ്കിൽ DFHJ. Delhi will be out. നോർമൽ കേസിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ സെക്കൻഡ് ഗ്രൂപ്പിലേക്കാണ് റിലേഷൻ കാണാറ്. ചില കേസിലൊക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഒരു 3 ലെറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെയായിട്ടും കാണും. പക്ഷെ ഇവിടെ നമുക്കൊരു ഇന്ന് എസിലേക്കോ അതിന് ഡബിളിക്കും കണക്ട് ചെയ്യാൻ കിട്ടില്ല. ഇത് അത്യാവശ്യം കുറച്ച് ടൈം ചോദ്യം. എന്താ മോളെ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഫൈൻ. ഓപ്ഷൻ ഡി. എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ നോക്കിയത് ഈ DFH ഇല്ലേ, അതും EGIKയും തമ്മിലൊരു കണക്ഷൻ വെച്ച് WUSQന്റെ കണക്ട് ചെയ്ത് നോക്കിയത്. പൊസിഷൻ വെച്ചിട്ട് റൈറ്റ്. ഈ പൊസിഷൻ എന്താണെന്നറിയോ? ഇത് 5ഉം ഇത് 23 ഇത് 7ഉം ഇത് 21 ഇത് 9ഉം ഇത് 19ഉം ആണ്. K is 11 17 രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക എത്രയാ പറഞ്ഞത്? എല്ലാ കേസിലും 18. പൊസിഷൻ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇയാളും അത് തന്നെയാ നോക്കിയേ, പക്ഷെ കുറെ എണ്ണത്തിൽ നിന്ന് ആ ഓപ്ഷനിൽ നിന്ന് ഓരോന്നിനെ കളഞ്ഞു കൊണ്ടുവന്നു അല്ലേ? ദാറ്റ് ഹയസ്റ്റ് റിലേഷൻ. അപ്പൊ DFHJ is D4 6 8 10. അപ്പൊ ഇവിടുത്തെ എഴുതുമ്പോ 24 X, ഇത് എഴുതുമ്പോ 22 V, H എഴുതുമ്പോ 20 T and 18 will be up. പൊസിഷൻ പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. സം സോർട്ട് ഓഫ് നമുക്ക് കുറച്ച് പിടിച്ച് ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തനിയെ കിട്ടും ഇതൊക്കെ. സോ ദാറ്റ് ബോത്ത് ആഡ്സ് ടു 28. പൊസിഷൻ വെച്ചിട്ട് ഇവിടുന്ന് 5ാമത്തെയും, പക്ഷെ അപ്പുറത്ത് അവര് 6ാമത്തെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് 5 ഇവിടുന്ന് 23ാമത്തെ എടുത്തു. ഇപ്പുറത്ത് അങ്ങനെ തന്നെ എടുത്തു പോയിരിക്കുന്നത്. പക്ഷെ അതൊരു പെയർ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈയുടെ കൂടെ എടുക്കണമെങ്കിൽ പെയർ ചെയ്യണമെങ്കിൽ V ആയിരിക്കും പൊസിഷണൽ വൈസ്. ലെഫ്റ്റിന്ന് ഈ 5th ആണിച്ചാൽ റൈറ്റിന്ന് V ആണ് 5th എടുക്കുക. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് കണ്ടാൽ നമ്മൾ അതിനെ ഉടനെ റൈറ്റ് ലെഫ്റ്റ് പെയർ എടുത്താൽ മതി. ഓപ്പോസിറ്റ് പെയർസ് AZBYC X എന്നുള്ള പെയർ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ പെയർ അല്ല, ദാറ്റ് ഈസ് +1 ഇട്ടിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കൂ. ഇത് ക്ലിയർ ആയോ? Can I go to 24 നോക്കൂ. ക്ലിയർ ആയിട്ടില്ലേ? ഇത് ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ആ ABCDയുടെ പൊസിഷൻ അറിയണം. ഇവിടുന്ന് ഫസ്റ്റിലും Z ആണ് അതിൻ്റെത്, BY ഓപ്പോസിറ്റ് എഴുതാച്ച CX DW ഇങ്ങനെയാണ് വരിക. സെറ്റ് ഇങ്ങനെ താഴത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പെയർ എന്നാണ് നമ്മൾ പറയാ. DE ആണെങ്കിൽ അത് V ആയിരിക്കും, F ആണെങ്കിൽ U ആയിരിക്കും. പക്ഷെ അവര് റിലേറ്റ് ചെയ്തേക്കണത് ഇക്ക് റിലേറ്റ് ചെയ്തേക്കണത് they have done it as W. ഒരെണ്ണം ഇങ്ങോട്ട് കയറ്റിയിട്ടാ D2 X G2 അങ്ങനെ മാറ്റിയാ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ ആക്ച്വലി പറഞ്ഞ പ്ലേസ് വാല്യൂ അറിയുകയാണെങ്കിൽ അതിനൊരു റിലേഷൻ ഉണ്ട്. ദേ ആർ കീപ്പിംഗ് സം റിലേഷൻ. പ്ലേസ് വാല്യൂന്റെ നമ്പർ അറിയുക നമുക്ക് പെട്ടെന്ന് കിട്ടും. EGIK is related to WUSQ. വാല്യൂ പഠിക്കാൻ എളുപ്പമാണെങ്കിൽ ഓക്കെ. ഇത് 55ഉം ഇത് 23 ആണ്. അപ്പൊ അത് ഓപ്പോസിറ്റ് പെയർ അല്ല. 28 വരില്ല. 22 ആണ് വന്നാലേ 27 ആഡ് ചെയ്താലേ ലെഫ്റ്റ് റൈറ്റ് ഓപ്പോസിറ്റ് ആവുള്ളൂ. G7 ആണ്, ഇത് 21 ആണ്. സോ ദാറ്റ് മീൻസ് ദേ ആർ കീപ്പിംഗ് എ പാറ്റേൺ. കോഡിംഗ് അല്ലേ? കോഡിംഗ് ആയതുകൊണ്ട് ഒരു ഡെഫിനറ്റ് റൂൾ ഒന്നും ഇല്ല. ലോജിക്കൽ റീസണിങ് ആണ്. ദേ ക്യാൻ റീസൺ ഇറ്റ് ലോജിക്കലി ബൈ
saying they have Odd put number so പോലെ. that എന്താ മോളെ ഓഡ് നമ്പർ പോലെ 28 പോലെയുള്ളത് ഓഡ് നമ്പർ പോലെ എടുത്തേക്കാണ് അല്ലേ 5 കഴിഞ്ഞാൽ 7 എടുത്ത അപ്പുറത്ത് 21 സം സോർട്ട് ഓഫ് റീസണിങ് അല്ലെങ്കിൽ ഇത് ആഡ് അപ് ടു 28 ആണ് I 9 ആണെങ്കിൽ ഇത് 19 K 11 ആകൊണ്ട് this will be 17. In that case they add up to 28. Logical reasoning ആയതുകൊണ്ട് നമുക്ക് 2-3 രീതിയിൽ റീസൺ ചെയ്യാം പക്ഷെ it should be a well defined pattern ആയിരിക്കും. All my letters agree to that. So for the next case, D, F, H, J will be 4th place, 6th place, 8th place, 10th place. അതിന്റെ ഓപ്പോസിറ്റിൽ വരാൻ പോകുന്നത് 28 കിട്ടണമെങ്കിൽ X, F കിട്ടണമെങ്കിൽ V, H കിട്ടണമെങ്കിൽ T, J കിട്ടണമെങ്കിൽ 18. So this will be 24, 22, 20, 18. രണ്ടും ഓഡ് ആണ് മറ്റത് ആദ്യത്തെ രണ്ടും ഓഡ് ആയിരുന്നു ഇപ്പുറത്തെ ഈവൺ ആണ് പക്ഷെ ഇവിടെ ഓപ്ഷനിൽ എന്താണെന്നറിയോ ഓപ്ഷനിൽ നമുക്ക് ഓഡും ഇതിന്റെ ഇത് 2, 4, 6, 8 എടുക്കുന്നുണ്ട് 5, 3, 7, 9 എടുക്കുന്നുണ്ട് 19, 17, 15, 13 എടുക്കുന്നുണ്ട് അങ്ങനെ കുറെ ഓഡുകളും ഈവണും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ both options as well as odd as well as even. അപ്പൊ ഓഡ് ഈവൺ എടുക്കാൻ പോവാന്ന് വെച്ചാൽ ഓഡ് തന്നെയാണ് വരണതെന്ന് വെച്ചാൽ നമുക്ക് ഓഡിന്റെ വേറെ ഉണ്ട് ഇവിടുന്ന് എടുക്കാനായിട്ട് ക്ലിയർ ആയി. ഓപ്ഷനും കൂടി നോക്കണം ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എല്ലാം ഈവൺ ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓപ്ഷൻ എല്ലാം ഓഡ് ആണ് പിന്നത്തെ എല്ലാം ഈവൻ അഗെയിൻ ഓഡ് ആണ് പിന്നത്തെ ഈവൺ ആണ് അപ്പൊ അതിൽ നിന്ന് ഏത് ഞാൻ എടുക്കുന്നുള്ളു രണ്ട് ഓപ്ഷൻ വരുമ്പോ അത് നമുക്ക് കൺഫ്യൂസിങ് ആണ് സോ ആക്ച്വലി ഇഫ് യു നോ ദ പ്ലേസ് വാല്യൂ ഓഫ് ദിസ് ലെറ്റേഴ്സ് വി വിൽ ഗോ ഫോർ ദാറ്റ് ഫസ്റ്റ് അതൊരു ചെയ്ത് വരുന്ന ശീലം അല്ലാതെ ഇതിനൊരു ജനറിക് സെൻസിൽ പ്ലേസ് വാല്യൂ ആദ്യം നോക്കണമെന്നോ ഓഡ് പൊസിഷൻ നോക്കണമെന്നോ ഒന്നും ഇല്ല കേട്ടോ ലോജിക്കൽ റീസണിങ് ആണ് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് ഒരു ക്യാൻ ബി കുറച്ചൊരു അബ്സ്ട്രാക്ട് ഫോമിലേക്ക് പോവാം അപ്പൊ അതുകൊണ്ട് അത് നോക്കി അപ്പൊ ഇവിടെ ഓപ്ഷനും അങ്ങനെ ഓഡ് ഈവൺ എടുക്കാൻ പറ്റും രണ്ടെണ്ണം ഉണ്ട് അതിന് ഏത് എടുക്കുന്ന അറിയണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നെക്സ്റ്റ് വൺ നോക്കി നോക്കൂ P2C യെസ് ആണ് എന്ത് സംശയം അത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് എന്താ ഇതിന്റെ എ ആണ് ആൻസർ സി ആണ് അടുത്തത് ഫസ്റ്റ് വൺ 24th A 25th ബി 6, 8 വെറുതെ ഇത് പോയി കേട്ടോ നടുക്ക് അതിന് ഒരു ഇതൊന്നുമില്ല വെറുതെ 2, 4, 6, 8 എന്ന് പറയാ പക്ഷെ നമ്മുടെ എല്ലാ ഓപ്ഷനിലും ഒരു 2 8 ഉണ്ട് അതിൽ ഏതാ വരിക നോക്കണം ടി കഴിഞ്ഞാൽ യു വിട്ടിട്ട് വി എന്താ മോളെ അടുത്തത് ഡിക്ഷണറി വേർഡ് ആണ് അതിലത് ഏത് വരിക ഓപ്ഷൻ ബി സെക്കൻഡ് ആണ് അതെ ശരിയാണ് എല്ലാത്തിലും FI വരും ഫസ്റ്റ് വൺ FIL വരും ബാക്കി എല്ലാത്തിലും R ഉള്ളതുണ്ട് അപ്പൊ ആദ്യത്തെ 1 ഓപ്ഷൻ സെക്കൻഡ് ഫിൽ ചെയ്തു സെക്കൻഡ് വിൽ ബി ഫൈൻസ് ദെൻ തേർഡ് E വെച്ച് FIRE വരെ എടുക്കണം മറ്റത് FIRS ഫോർത്ത് വിൽ ബി B എന്നുള്ള ഫസ്റ്റ് എന്നുള്ളതാണ് ഫോർത്ത് വേർഡ് വരെ 26 26 BDAC related to BDAC related to is
അനലോഗി ആണ് പറഞ്ഞിരിക്കുന്ന ആ സൈനിന്റെ അർത്ഥം അതാണ്. ഇറ്റ് ഇസ് ഇൻ ഈ ക്വസ്റ്റ്യൻ അനലോഗിയുടെ ക്വസ്റ്റ്യൻ FHEG. സിമിലർലി ദിസ് ഗ്രൂപ്പ് ഇസ് റിലേറ്റഡ് ടു ദാറ്റ്. സിമിലർലി ഇവിടെ രണ്ടു ഇതേ ഉള്ളൂ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രപ്പോർഷൻ ഒന്നും ഇല്ലതിന്. ഒരു അനലോഗിയുടെ ക്വസ്റ്റ്യനിലെ റെപ്രസെന്റേഷൻ ആണ് ഈ കാണുന്നത്. ആസ് BDAC is related to FHEG, how is NPMO related to? അതാണ് ഇങ്ങനെ റീഡ് ചെയ്യുക. അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ NPMO is related to what? അനലോഗിയുടെ ചോദ്യം. B is in the second place. Corresponding വരുന്നത് 2, 6, 4, 8, 1, 5, 3, 7. റിലേഷൻ വല്ലതുണ്ടോ? മാം ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കുക. ഫസ്റ്റ് വരുന്നത് തേർഡ് ആയിട്ടും സെക്കൻഡ് വരുന്ന ഫസ്റ്റ് അങ്ങനെ കൊടുത്തിരിക്കും. ഫസ്റ്റ് ആയിട്ട് അങ്ങനെയാണോ? അത് 5, 6 പൊസിഷൻ 5, 6, 7 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പം അതിലും നല്ലത് +4 ഫോർവേഡ് അല്ലേ? നോക്ക്, ബി കഴിഞ്ഞിട്ട് നാലാമത്തെ അക്ഷരല്ലേ എഴുതിക്കണേ നോക്കൂ. ബി ആണെങ്കിൽ 2 ആണെങ്കിൽ 6ാമത്തെ അക്ഷരം, D4 ആഞ്ച 8ാമത്തെ അക്ഷരം, A1 ആഞ്ച 5ാമത്തെ അക്ഷരം, C3 ആഞ്ച 7ാമത്തെ അക്ഷരം. ഓർഡർ എടുക്കാം. ഓർഡറിനേലും കുറച്ചും കൂടെ എളുപ്പത്തില് all the coding analogy is they have put 4 add ചെയ്തിട്ടാണ്. +4 ആഡ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഇവിടെ +4 ആഡ് ചെയ്യുമ്പോൾ ഇത് 14, ഇത് 16, 13, 15. 4 ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? RTQ19S. നമുക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ട് വേണ്ടി വരും അതിനെ റിവേഴ്സ് ഓർഡർ മാറ്റാനായിട്ട്. 1, 2, 3, 4 എന്നുള്ളത് ഓർഡർ കിട്ടണേ ആദ്യം ഫസ്റ്റ് ഐ ഷുഡ് ഗെറ്റ് ദീസ് ലെറ്റേഴ്സ് RTQS. ആ ലെറ്റേഴ്സിന്റെ ഏതാണ്? എല്ലാത്തിലും അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എഴുതുമ്പോ കറസ്പോണ്ടിങ് ഏതാന്ന് പറയണമെങ്കിൽ വീണ്ടും സമയം കളയണം. ബട്ട് ഇഫ് യു നോ ദ പ്ലേസ് വാല്യൂസ് വി ക്യാൻ സീ ദാറ്റ് ദേ ഹാവ് ഷിഫ്റ്റഡ് 4 ഫോർവേഡ്. ബിന്ന് 4 ഫോർവേഡ് എഴുതിക്കാണ്. കോഡിങ് അങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്. B4 ആണെന്ന് അതിന് കറസ്പോണ്ടിങ് 6th പ്ലേസിലുള്ള F എഴുതി കൊടുത്തു. D 4th പ്ലേസിലായോണ്ട് 8th പ്ലേസിലുള്ള H എഴുതി കൊടുത്തു. Then next is 8 first place, 5th പ്ലേസിലുള്ള E, and C is 3rd place. It comes +7. 4 is 7th പ്ലേസിലുള്ള G. So N 14th +4 വരുമ്പോ 18 ആണ് വരിക. So R should be there. P16 T 20th place T, M 13th place +4Q 17th place, O 15th +4S 19th place. ഞാനിത് റിപ്പീറ്റഡ്ലി പ്ലേസ് വാല്യൂ എടുത്ത് പറയേണ്ടത് നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് പറയണം. നിങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് അവെയർ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ട് പഠിക്കാം. I do because I keep on doing this. നിങ്ങളൊക്കെ ചെറിയ കുട്ടികൾ കുറെ കൂടെ യങ് ആയാർന്നേ നിങ്ങൾക്കൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഇതിനെ റിമെമ്പർ ചെയ്യാൻ പറ്റും. So it will be easy for you. വെറുതെ ഒന്ന് എഴുതി വെച്ച് നോക്കേ തൊട്ട് സെറ്റ് വരെ, എന്നിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് വെച്ചാൽ മതി. That will be very easy. ക്ലിയർ ആയോ? അത് 26th one ക്ലിയർ ആണ്. അടുത്തത് ഭയങ്കര എളുപ്പമാണ്. ക്യാപിറ്റൽ ആണ്. പാരീസ്, ഫ്രാൻസ്. Capital and country. First is capital, the next is country. Cairo is the capital of Egypt. Fine. Egypt. Next one, Egypt. ജനറൽ അവയർനെസിന്റെ ഒരു ചോദ്യം വന്നു. അത് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് ഡെനലോഗി ക്ലാസിഫിക്കേഷൻ എന്നുള്ള 2 പോർഷൻ റീസണിംഗിൽ ഉള്ളതിന് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കയറ്റാൻ വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ഡെസേർട്ട് ഒക്കെ കണ്ടില്ലേ? അപ്പൊ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. അടുത്തൊരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ് 28th one. One 827. അടുത്ത എന്തായിരിക്കും? ശരിയാ? 64. ക്യൂബ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്.
ഒരു 10-12 നമ്പറിന്റെ ക്യൂബ് പഠിച്ചു വെച്ചോളൂ. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് ആണ് തന്നിരിക്കുന്നത് നമുക്ക്. നെക്സ്റ്റ് വിൽ ബി 4 ക്യൂബ്, ദാറ്റ് വിൽ ബി 64. അടുത്തത് ഒരു ക്വാണ്ടിന്റെ ക്വസ്റ്റ്യനാ. ഓ 27. റൈറ്റ്. 108ന്റെ 12.5%. 12.5% കാണാൻ പറഞ്ഞാൽ സ്ട്രേറ്റ് അവേ 1/8 കണ്ടാൽ മതി നമ്പറിന്റെ. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഹാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 50%. 1/3 എന്ന് പറഞ്ഞാൽ 33 and 1/3%. 1/4 പറഞ്ഞാൽ 25%. 1/5 പറഞ്ഞാൽ 20%. 1/6 it is 16 and 2/3%. 1/7 it is 14 and 2/7%. 14.28. And 1/8 is 1/8 area 12.5%. നമുക്ക് അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. 1/9 11 and 1/11 11.11%. അല്ലെങ്കിൽ 11 and 1/9%. അപ്പൊ അതറിയെങ്കിൽ 108ന്റെ 1/8 കാണാം. 108 into 1/8 ഈസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തുകൂടെ? ഇത് എത്ര വരുന്നത്? 13.5 വരെ അല്ലേ? പോയില്ലത് 4 പോവും. 4 is to 27/2. 27/2 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന്റെ 50% എന്നാ ചോദിച്ചിരിക്കണേ? ഹാഫ് ഓഫ് 27. 50% എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? അപ്പൊ 27ന്റെ ഹാഫ്. വെറുതെ ഇത്ര വരെ കിട്ടിയാൽ മതി. 108ന്റെ 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108ന്റെ 1/8 കണ്ടാൽ നമുക്ക് 27/2 വരും. സോ 50% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് 1/2. ഏത് നമ്പറിന്റെ 1/2? 27. ആൻസർ അല്ലേ? നമുക്ക് അത് കണ്ടുപിടിച്ച വഴി നമുക്ക് ആൻസർ ആയില്ലേ? 50%. ഒരു നമ്പറിന്റെ 50% കാണാൻ പറഞ്ഞ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 27 into 1/2. സോ 27ന്റെ 50% ആണ്. 30 നോക്കൂ. ക്ലിയർ ആയോ? അത് 54. ഏതിന്റെ ആൻസറോ? 27/2 അല്ലേ നമുക്ക് കിട്ടിക്കണേ? 27/2 ആണ് നമ്മുടെ ആൻസർ. അവർ ആൻസർ 13.5. 27/2. ഇത് 13.5ന്റെ ഏതിന്റെ 50%? 50% പകുതി. X into 50/100 is 27/2. X is equal to 27/2 into 100/50. എത്ര വരിക? സംശയം ചോദിച്ചത് നന്നായി. വി ക്യാൻ ക്ലിയർ ഇറ്റ്. ഓക്കെ മാം. ക്ലിയർ ആയോ? നമുക്ക് പറഞ്ഞിരിക്കുന്ന 27/2 ആണ് നമ്മുടെ ആൻസർ. ഈ 27/2 നമുക്ക് ഇങ്ങനെ എഴുതാം. ഹാഫ് ഓഫ് 27 എഴുതി കൂടെ? ശരിയോ? ആ ഡൗട്ടുള്ള എല്ലാവരും നോക്ക്. നമുക്ക് 13.5ലേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. 27/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് 27 ആണ്. ഹാഫ് ഓഫ് 27ന്റെ അർത്ഥം എന്താ? 50% ഓഫ് 27. ആ റെസിപ്രോക്ക് ആ നമ്പറും ഫ്രാക്ഷനും പെർസെന്റേജും തമ്മിലുള്ള റിലേഷൻ ഒന്ന് പഠിക്കണം കേട്ടോ. 1/2 എന്ന് പറഞ്ഞാൽ 50% ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 33. അതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമാണ്.
ഇപ്പൊ 108ന്റെ 1/8 കണ്ടു. അപ്പൊ 27/2 കണ്ടു. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് 27, 50% ഓഫ് 27. അതിന് നമുക്ക് റിവേഴ്സ് പെട്ടെന്ന് തിരിച്ചു വരിക. നമ്മൾ നേരത്തെ അങ്ങോട്ട് എഴുതി 108ന്റെ 12.5% പറഞ്ഞപ്പോ 108 into 1/8 എഴുതി. അതുപോലെ തന്നെ 27/2 കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് 27 ഓർ 50% ഓഫ് 27. ക്ലിയർ ആയോ? നല്ല Clear ആയി. ഡൗട്ട് ആയിരുന്നു. ഗുഡ് ഡൗട്ട്സ്. നമുക്ക് വരുന്ന ചെറിയ ചെറിയ സംശയങ്ങളാണെങ്കിലും കൂടെ നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകണം. 30 നോക്കൂ. 30 ഭയങ്കര എളുപ്പം. ബി ആണോ? റൈറ്റ്. ശരിയാണ്. ഒരെണ്ണം മൈനസ് ചെയ്ത് എഴുതിക്കുക. ആദ്യത്തെ ഡിജിറ്റിന്റെ മൈനസ് ആണ്. 7 + 2 എന്ന് പറഞ്ഞത് ഇത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കോഡിംഗിൽ വരുന്നതാണ്. 7 + 2 is 59 means 7 - 2, 7 + 2. അങ്ങനെയാണ് എഴുതിക്കുന്നത്. ആദ്യത്തേത് മൈനസ് ചെയ്തതും പിന്നത്തത് പ്ലസ് ചെയ്തതും. പ്ലസിനെ റീഡിഫൈൻ ചെയ്തേക്കാം. 7 - 2, 7 + 2, 5, 9. 5 + 3 എഴുതിക്കണത് 5 - 2, 5 + 2, 5 - 3, 2, 8. Similarly, 5 + 4 will be 5 - 4, 5 + 4, 19. Okay, yeah. Is this okay? Yes, ma'am. അടുത്ത നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചു. 31. ഇത് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ആയ കാരണം കുറച്ച് സമയം അവർ തന്നിരിക്കുകയാണ്. So we are making use of that. Hope you people are okay with it. Good. Correct answer ആണ്. It is 27. അത് ഓപ്ഷൻ പോവായിരിക്കും നല്ലത് കേട്ടോ. സംഖ്യയുടെ നമ്പർ എടുത്ത് എക്സ് ഇട്ട് വൈ ഇട്ട് ചെയ്യുന്നതിലും നല്ലത്. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ പോവാണ്. രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം 14. അപ്പോ സിയും ഡിയും അവിടെ വെച്ച് തന്നെ കട്ടായി പോകും. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അക്കങ്ങളുടെ ഗുണനഫലം 14 ഉള്ളത് ആദ്യത്തെ രണ്ടെണ്ണേ ഉള്ളൂ. സംഖ്യയോട് 45 കൂട്ടിയാലാണ് തിരിഞ്ഞു വരിക. ഇത് 54 ആവുക. അപ്പൊ ഇത് ഓൾറെഡി 72. അപ്പൊ ആവശ്യമില്ല. 27 will be the answer. ക്ലിയർ ആയോ? അത് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം 14. ഓപ്ഷൻ നോക്കുക. ഗോ ബൈ ഓപ്ഷൻ. ഇത് ചെയ്യാൻ പോയിട്ട് രണ്ടക്കം എക്സും വൈ എടുത്തു, 10x + y എടുത്തു, പിന്നെ 45 കൂട്ടി തിരിച്ചു എഴുതി 10y + x എഴുതി. അത്രയൊന്നും ചെയ്യാൻ പോണ്ട. നോർമലി അങ്ങനെയാണ് എടുക്കുക രണ്ടക്ക സംഖ്യ പറഞ്ഞ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അത്രയൊന്നും ഇല്ലാതെ ചെയ്ത് അവസാനിപ്പിക്കാം. രണ്ടക്ക സംഖ്യ എടുക്കുക. എക്സ് വൈ ആണെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 10x + y. ഇനി ഇത് തിരിച്ചു വരിക വെച്ചാൽ ഇതിന്റെ കൂടെ 10x + y + 45 = 10y + x എന്നിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇതല്ലാതെ തന്നെ ഓപ്ഷനിൽ തന്നെ നോക്കുമ്പോ ഫസ്റ്റ് ഓപ്ഷൻ 14 ആ, സെക്കൻഡ് ഓപ്ഷൻ 14 ആണ്. 2 7s of 14 ബോത്ത് കേസ്. 9 5s 1 4 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഗുണനഫലം 14 ആവണില്ല. ഇനി 72നോട് പിന്നെ 45 ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് അതിലും വലിയ സംഖ്യ ആവുക. സോ വി ഹാവ് ടു ഗോ ഫോർ 45 ഓൺലി. 27. അതില് 2ഉം 7ഉം അല്ലെങ്കിൽ 7ഉം 2 ആണ് വേർഡ്. നമ്പർ ചെറിയ നമ്പർ ആയിരിക്കും. ആ സംഖ്യയോട് 45 കൂട്ടിയാലല്ലേ റിവേഴ്സ് ആവുള്ളൂ. സോ വി ഹാവ് ടു ലുക്ക് ഫോർ എ സ്മോളർ നമ്പർ. ഞാൻ പറയാൻ 45 ആഡ് ചെയ്യാൻ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. സോ ആൻസർ വിൽ ബി 27.
ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മാം ആ പറഞ്ഞു. മനസ്സിലായിട്ടില്ല എന്നാണോ? മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട വഴി ഇങ്ങനെ എക്സും ഇതൊന്നും ചെയ്യാൻ പോണ്ട. നോക്കതില് 14 ഉണ്ടെങ്കിൽ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി 2 ഓപ്ഷനിൽ നിന്ന് ഡിസൈഡ് ചെയ്യാം. ആ സംഖ്യയോട് 45 കൂട്ടുമ്പോ 72നോട് 45 കൂട്ടി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ 3 ഡിജിറ്റ് നമ്പർ. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ ബി ഈസ് അവർ ഓപ്ഷൻ. ഒന്നും ചെയ്യാതെ കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻ ആണ് നല്ല ക്വസ്റ്റ്യൻസ്. അടുത്ത നോക്കൂ. 32. തെറ്റായ സംഖ്യ. സീരീസില് തെറ്റായ സംഖ്യ. റോങ് ഇത് നോക്കുമ്പോഴേ സീരീസ് ചെയ്യുമ്പോ ഫില്ലിന്റെ സീരീസ് ആവുമ്പോ നമുക്ക് എല്ലാ നമ്പറും അടുത്തടുത്ത നമ്പേഴ്സിന് ഒരു റിലേഷൻ ഉണ്ടാവും. പക്ഷെ റോങ് നോക്കുമ്പോ എവിടെയാണ് തെറ്റ് കിടക്കണേന്ന് അറിയില്ല. ആ തെറ്റ് കിടക്കുന്ന നമ്പറിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ കിട്ടില്ല. So you can do from beginning as well as from back side. It's not necessary we have to start from the first one. Number series 1, 6, 11, 22, 13, 33, 46, 61. ഇതൊരു ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോണ സീക്വൻസ് ആണ്. 1, 6, 11 എന്നുള്ളത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോണ സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ദിസ് മസ്റ്റ് ബി എ അഡീഷൻ സീരീസ് ആയിരിക്കും. ആഡഡ് ആണ് കൂടി വരിക. എന്താ 22 ആണോ എന്ന് നമുക്ക് നോക്കാം. 22 ആണോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് 5 ആണ്. ഇവിടെ വീണ്ടും 5 വരുന്നുണ്ട്. ഇവിടെ 11 വരുന്നുണ്ട്. സോ ഡസന്റ് മേക്ക് മച്ച് സെൻസ്. ഇവിടെ അഗെയിൻ 11 വന്നു. ഇവിടെ എത്ര വരുന്നത് 13 ആൻഡ് ദിസ് ഈസ് 15. ഇതിലൊരു റോങ് നമ്പർ കിടക്കുന്നുണ്ട്. ഒരു റോങ് നമ്പർ കിടന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തെറ്റും. 11, 13, 15 അഗ്രിയബിൾ ആണ് അല്ലേ? ഇറ്റ് ഈസ് ആഡഡ്. ഇത് നോർമലി നമ്മള് സീരീസ് ക്രാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് what type of a series is this? 1, 6, 11, 22. There is a gradual increase. That means it must be added up. Decrease ആണെങ്കിൽ ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ വരുന്ന ഇതായിരിക്കും. ഡിക്രീസ് ചെയ്ത് വരിക സബ്ട്രാക്ഷൻ ആയിരിക്കാം. ഇതിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ നമ്മൾ പോവുക ലെവൽ ഡിഫറൻസ് എടുക്കാന്ന് പറയും. അടുത്തടുത്ത് കിടക്കുന്ന നമ്പറിന്റെ വ്യത്യാസം എടുക്കുക. അപ്പൊ ഇവിടുന്ന് വരുമ്പോ 5ഉം ഇവിടെ 5 വന്നു, വീണ്ടും 11 വന്നു. പക്ഷെ ഇവിടുന്ന് നോക്കുക വെച്ചാൽ ഇറ്റ് മേക്സ് സം സെൻസ്. 15 കഴിഞ്ഞു, 13 കഴിഞ്ഞു, 11. ഇവിടെ ഒരു 9 ആണ് ശരിക്കും വരേണ്ടത് വെച്ചാൽ ഈ 9 ഇപ്പുറത്തെ ഇതിന് ശരിയാക്കും. ഇവിടെ 9 വരികയാണെങ്കിൽ 22 മൈനസ് 9 13 ആണെങ്കിൽ ഈ സീരീസ് നോക്കി നോക്കിപ്പോ 11 പകരം 13 ആണെങ്കിൽ ഹൗ ഡസ് ഇറ്റ് വർക്ക്? 5. This will be 7, 5, 7, 9, 11, 13, 15. ശരിയായോ? അപ്പൊ നമ്മുടെ തെറ്റായിട്ടുള്ള നമ്പർ 11 ആണ്. എങ്ങനെ നോക്കുക വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കി വരുന്ന നിർബന്ധമൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ എത്ര അടുത്ത് കിടക്കണ കാരണം ഒന്നാമത്തെ എന്തായാലും തെറ്റാൻ സാധ്യത വളരെ കുറവാ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ കിടക്കണ കാരണം ഇപ്പുറത്തെ നമുക്ക് തെറ്റായിട്ടാ കിട്ടുക. പക്ഷെ ഇവിടുന്ന് ഒരു 11, 13, 15 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി അടുത്തത് 9 ആയിരിക്കാം, പിന്നത്തെ 7 ആക്കാം. ഇത് 9 ആയിരുന്നു വെച്ചാൽ ഇത് 13 ആവണം. 13 ആയതോടുകൂടി നമ്മുടെ പ്രശ്നം തീർന്നു. വെൽ ഡിഫൈൻഡ് സീരീസ് ആയി. 5, 7, 9, 11, 13, 15 ഇൻക്രീസ് ചെയ്ത് ഒരു സീക്വൻസ് ആയി അത് മാറും. So that wrong number is 11. Good. സീക്വൻസ് സീരീസിന് നമുക്കൊരു പ്രിലിമിനറി എക്സാമിനേഷനിൽ തന്നെ കിട്ടണം. എങ്ങനെയാന്ന് റോങ് വരുമ്പോ ഇതാണ് ആദ്യം മിസ്റ്റേക്ക് കിടന്ന് അപ്പുറത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യം ഈ സീരീസ് ഏത് ഗ്രൂപ്പിൽ പോകും? ദിസ് ഡസ് ബി എൻ ആഡ് ചെയ്ത ഒരു സീരീസ് ആയിരിക്കും. അതിനകത്തൊരു അർത്തമെറ്റിക് സീരീസ് ആണ്. ഒന്നുകിൽ പ്ലസ് ഓർ മൈനസ് മാത്രമേ ഉള്ളൂ അവിടെ. അടുത്ത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതായിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യന്റെ കാര്യം. ഐ തിങ്ക് ഐ ഹാവ് ടോൾഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ?
7 ആണോ? വെൻ ഡയഗ്രം റൈറ്റ്. വെൻ ഡയഗ്രത്തിന്റെ ചോദ്യമാണത്. 7 26 പേരിൽ നമ്മൾ വി വിൽ ഡു ദിസ്. ഇത് വരയ്ക്കുകയാണെങ്കിൽ കുറെ കൂടെ എളുപ്പ. ടോട്ടൽ 26 പേര്. 15 പേർ ചായ, 18 പേർ കാപ്പി. ടീ കോഫി, ടീ കോഫി. രണ്ടും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ലെങ്കിൽ അപ്പൊ ഇത് N0 ആണ്. അല്ലെങ്കിൽ രണ്ടും ഇഷ്ടപ്പെടുന്നവർ എത്ര? ടീ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? 15. ഇത് 18. 18. ഇതിൽ A, G, B, A plus G plus B plus N is equal to 26. A plus G 15 plus B plus 0 equal to 26. B is equal to 26 minus 15, which is 11. B 11 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 7. A union B ഇട്ടും ചെയ്യാം. A plus B is equal to NA plus NB minus NA intersection B ഇട്ടും ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താ 15ഉം 18ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എക്സ്ട്രാ ഉള്ളത് 26 കൂടുതലുള്ള ആൾക്കാരാണ്. 2 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. That portion G has been added twice. ഇത്രയും പരിപാടിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം. B 11 ആണെച്ചാൽ G will be 7. അത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ വലിയ സർക്കിളും ഈ ചെറിയ സർക്കിൾ 2 സർക്കിളും കൂടി ആഡ് ചെയ്ത് നമുക്ക് 15 plus 18 we get it as 33. അതിൽ ഈ പോർഷൻ 2 പ്രാവശ്യം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. 33 minus 26 7. അങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കാം. മനസ്സിലായത്? ഇത് വെച്ചോ. ഇത് ചില സ്ഥലത്ത് ആവശ്യം വരും നമുക്ക്. ഇതിൽ A എന്ന് പറഞ്ഞാൽ ടീ ഓൺലി, B എന്ന് പറഞ്ഞാൽ കോഫി ഓൺലി, G എന്ന് പറഞ്ഞാൽ ബോത്ത്, N പറഞ്ഞാൽ ഒന്നുമില്ല. They don't take any of that. ഫുൾ സർക്കിൾ രണ്ടും കൂടെ ആഡ് ചെയ്ത കോമൺ പോർഷൻ 2 പ്രാവശ്യം ആഡ് ചെയ്ത് വരും. സോ that will be the extra what is left there. രണ്ടും കൂടി എടുക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് വരിക. 2 സർക്കിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ മിഡിൽ പോർഷൻ ഫോർ ബോത്ത് കോമൺ ഉള്ളത് 2 പ്രാവശ്യം ആഡ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 33 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ 34ലേക്ക് പോവാം. Is that clear? Okay. അത് വെറുതെ ആഡ് ചെയ്താൽ മതി. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും വിവാഹിതരായ 5 മക്കള്. 5 മക്കൾ ഉണ്ടെങ്കിൽ 5 5 10, അച്ഛനും അമ്മയും 2 പ്ലസ് ഓരോരുത്തർക്ക് 4 മക്കള്. സോ 5 4s are 20. 2 plus 10 plus 20. ഇതിനകത്ത് ഇത് സാധാരണ ട്രിക്കി ക്വസ്റ്റ്യൻ ആവാറ്. എന്തെങ്കിലും നിങ്ങൾ കാണാറുള്ള പോസിറ്റീവ് ചോദ്യങ്ങൾ പോലെയാണെങ്കിൽ എന്തെങ്കിലും അവർ പറയാത്തത് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരാം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാരന്റ്സ് 2 പേര്, 5 മക്കള്, അവരുടെ സ്പൗസ് 10 12 plus 20 32. നെക്സ്റ്റ് ചോദ്യം നോക്കി നോക്കൂ. 35. നോക്കാം നമുക്ക്. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും വിവാഹിതരായി. അത് കഴിഞ്ഞു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 35. 58. അതെന്താ ചെയ്തിരിക്കുന്നത്? 3 into 4 25, 4 into 7 65, 5 into 7 74 എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യത്തില് അവരതിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് വെച്ചിരിക്കാം. 3 സ്ക്വയർ 9ഉം 4 16ഉം 16 9 plus 16 25 എഴുതിയിരിക്കാം. 4ഉം 7ഉം വരുമ്പോ 16ഉം 49ഉം 65 ആയി. 5 into 7 പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 25 plus 49 74. 7 into 3 will be 49 plus 9 58. ആ ഡിജിറ്റിന്റെ സ്ക്വയറുകളാണ് ആഡ് ചെയ്തേക്കുന്നത്. സ്റ്റാർ ഇട്ടോ വെച്ചാലും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദാറ്റ്. 3 star 4 is 9 plus 16 25. 4 star ഇത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. It is 4 star 7 is 16 plus 49 65. Similarly നമുക്ക് കാണാനുള്ളത് ഏതാ? 7 star 3 is
49 plus 9 is 58. Okay.